നമ്മൾ ഒരാളൊരു ഏലസ് കെട്ടുകയാണ്, അയാൾ വിശ്വസിക്കുന്ന ഏലസ് എന്റെ സുക്കേട് മാറ്റുമെന്ന് വിചാരിക്കുന്നില്ല. ഏലസ് കെട്ടി അതിലൂടെ അള്ളാഹു സുക്കേട് മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ശിർക്കാവോ? ഏലസ് കിട്ടുമ്പോൾ വരുന്ന ഷിർക്കിൽ അക്ബറല്ല, അത് ഷിർക്ക് പല തന്നെ ഉണ്ട്. ഷിർക്കുൽ അക്ബറുണ്ട്, ഷിർക്കുൽ അക്ബറുണ്ട്. ഒരു ഏലസ് കെട്ടിന്ന് വിചാരിച്ച് മുശ്രിക്കാവുന്ന ഷിർക്കല്ല അത് അള്ളാഹു അല്ല. ആ ഏലസിൽ അയാൾ എന്ത് ചെയ്യുന്നു? ഏലസിൽ അയാള് തവക്കുലാക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹു മാത്രമാണ് സർവ്വതിന്റെയും കഴിവെന്നും ആ ഏലത്തിലുള്ള ഏതെങ്കിലും എഴുതി കിട്ടിയ ഏതെങ്കിലും ഒരു ഖുർആൻ ആയത്തിന്റെയോ ഹദീസിന്റെയോ അല്ലെങ്കിൽ ദിക്റിന്റെയോ ഒക്കെ ബർക്കത്ത് അദ്ദേഹം മനസ്സിലാക്കി അതിൽ എഴുത്തുമാത് ചെയ്യുന്നു. അങ്ങനെയാണ്. എന്നാൽ അത് അനുവദനീയമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഏത് ഏലസ് കെട്ടൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയത്തുകളോ ഹദീസുകളോ അല്ലെങ്കിൽ ദിക്റുകളോ ഒക്കെ ഇത് എഴുതി അത് കെട്ടുന്നത് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അഭിപ്രായം എന്താ അങ്ങനെ കിട്ടുന്നത്? എന്റെ അഭിപ്രായം അതിലിപ്പോ ഞാനിപ്പോ ഒരു വിധി പറയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല അതിനെ കുറിച്ച്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കയ്യിൽ നിന്ന് ഏലസ് പിടിച്ചു വാങ്ങി പൊട്ടിച്ചടങ്ങും റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഏതാ അത്? അല്ല, ആ ഏലസ് എന്ന് പറയുന്നത് പിന്നെ അത് മുശ്രിക്കുകളുടെ നിലപാടനുസരിച്ചുള്ള ഏലസിനെ കുറിച്ചാണ്. അതുപോലെ അല്ലാത്ത ആ ഹദീസ് ഉള്ള ആ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. അത് ചൊല്ലാൻ കഴിയാത്ത കുട്ടികൾക്ക്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് എഴുതി കെട്ടിക്കൊടുക്കുമായിരുന്നു എന്ന് ഹദീസിനുണ്ടല്ലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അത് ഏലസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? ഏലസം പറഞ്ഞാൽ അത് കെട്ടിയിട്ട് കടലാസിൽ കെട്ടി കയ്യിലോ കഴുത്തിലോ കെട്ടുപോകും. അത് തന്നെ ഏലസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അപ്പൊ അതില് തവക്കുലാക്കിയാൽ മാത്രമേ വലിയ ഷിർക്കുൽ അക്ബർ ആവും. ഇതിലൂടെ അള്ളാഹു രോഗം മാറ്റുന്ന കരുതിയിട്ട് ഒരു ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ അത് ഷിർക്കുൽ അക്സർ മാത്രം അല്ലെ? അല്ല, അതിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും അള്ളാഹു രോഗം മാറ്റും എന്നൊക്കെ കരുതിയാൽ ഷിർക്കുൽ അക്ബർ ആവൂല. ഓക്കെ.